ഹലോ, ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ മൈക്ക് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമാണ്. വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് ഒരു കൂട്ടാൻ, നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് എന്ത് പേരിടണമെന്നൊന്നും എനിക്കറിയില്ല. ഒരു മസാലക്കറി ഇടാം, വേണമെങ്കിൽ വൈറ്റ് കുറുമ എന്നൊക്കെ വേണമെങ്കിൽ ഇടാം. കാരണം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, വൈറ്റ് കളറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? കൂടുതൽ ഡയലോഗ് അടിക്കാൻ സമയമില്ല, ഇപ്പം തന്നെ സമയം വൈകി. അപ്പം നമുക്ക് തുടങ്ങാം. കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി വെക്കാം. ആദ്യം നാളികേരവും പച്ചമുളകും കുറച്ച് പെരിഞ്ചീരവും ഇത് മൂന്നും കൂടെ നന്നായി അരച്ച് വയ്ക്കാം. കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. പട്ട ഒരു കഷ്ണം, ഒരു 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം. അതൊന്ന് ചൂടാക്കി ചതച്ച് വയ്ക്കാം. അപ്പോൾ കുക്കറിൽ നേരിട്ട് വയ്ക്കുകയാണ്. എല്ലാം ഈ കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പണി എളുപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. കുക്കറൊന്ന് ചൂടാവട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് നമ്മൾ പട്ട ഗ്രാമ്പൂ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ടാവും. അപ്പം നമുക്ക് പട്ട ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഒരു 2-3 ഗ്രാമ്പൂ, 2-3 ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അത് കുക്കർ നല്ലപോലെ ചൂടായി. തീ താറ്റി വെച്ചു ഞാൻ. എൻ്റെ ഒരു LED ലൈറ്റ് ഇല്ല, അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ നല്ല പ്രശ്നം ഉണ്ടാവും. സാധനം ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടായ അതിൻ്റെ ഒരു മണം വേറെ നിൽക്കും. ഇട്ട് കൊടുക്കുന്ന പാകമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ സാധാരണ ഇതിൻ്റെ പൊടി അതുപോലെ വെജിറ്റബിൾ മസാലയൊക്കെ ഉപയോഗിച്ചിട്ടല്ല ചെയ്യാറ്. ഇത് ആദ്യമായിട്ടാണ് സ്പൈസസ് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ, അത് ഒന്നിച്ച് ഇടാം. ഈ താറ്റി കൊടുക്കണം. ഈ കുക്കറിലാവുമ്പോൾ ഇതിൽ 3 സവാളയുണ്ട്. അതിൽ 2 മീഡിയം സൈസും 1 ഇത്തിരി ചെറുതുമാണ്. അത്രയേ ഉള്ളൂ. ഇതിൽ വലിയൊരു ഉരുളൻകിഴങ്ങുണ്ട്. പിന്നെന്താ ഉള്ളത്? ഒരു ക്യാരറ്റും ഉണ്ട്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതാ ഗ്രീൻ പീസ്. ഇവിടെ രാവിലെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴുകിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം സവാള, ഒന്ന് സോട്ട് ചെയ്യാം. ഇതിലേക്ക് 2 പച്ചമുളക് നടുകെ കീറിയതാണ്, അത് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റും അതുപോലെ ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുക്കാം. ഒട്ടും വെളിച്ചം കിട്ടുന്നില്ല അല്ലേ? വെളിച്ചം ഉണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ ഗ്രീൻ പീസ് കുതിർത്തി വെച്ചതാണ്, അതിടാണ് കേട്ടോ.
ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. നമുക്കൊരു വൈറ്റ് കുറുമ പോലെ ആക്കാം. ഓക്കെ, എന്ത് കുറുമയാവുമെന്ന് കണ്ടറിയണം. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇതിലെ കടലേക്കുള്ളതല്ലേ, ഇപ്പോൾ വെള്ളം വേണമല്ലോ, നല്ലോണം വേകണം. ചൂട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മതിയാവും. ഞാൻ വെന്തതിന് ശേഷം കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ, ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം, വേവിക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. വെന്തില്ലേ നോക്കട്ടെ കേട്ടോ. വെന്തു. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത്. ഇച്ചിരി കൂടെ വെള്ളം, തിളച്ച വെള്ളമാണിത്, ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കിതിൽ അരപ്പ് ചേർക്കാം. തേങ്ങ, പച്ചമുളക്, അതുപോലെ ഇച്ചിരി പെരുംജീരകം, ഇത് ചേർത്ത് അരച്ചതാണ്. നമുക്കത് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് മുഴുവൻ ചേർത്തിട്ടുണ്ട്. അരപ്പ് ചേർത്താൽ പിന്നെ അങ്ങനെ വല്ലാതെ തിളയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ വെളിച്ചായില്ലേ. പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇതിലേക്ക് കാണില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ വെച്ചത് കേട്ടോ. ഒരേ ഡയറക്ഷനിൽ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചത്. വൈറ്റ് കുറുമ കഴിച്ചു നോക്കിയാൽ അറിയാം ഇതിൻ്റെ സംഭവം എന്താന്നൊക്കെ. കഴിച്ചുട്ടു. ഉപ്പ് ഇച്ചിരിയും കൂടെ. കല്ലുപ്പ് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ മല്ലിയില ഇടാം. മല്ലിയില കുട്ടന്മാരിവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറേശ്ശെ ആയിട്ടിടാം. എൻ്റെ വള്ളിയും കിള്ളിയൊന്നും വേണ്ട, ഇല മാത്രം മതി. ഇപ്പം സന്ധ്യ നേരം കേട്ടോ, നല്ല കൊതുക് അവിടെ. എന്താ ഫുൾ നെറ്റൊക്കെ ഇട്ടിട്ട് കവർ ചെയ്താലും ഒരൊറ്റ കൊതു വീടിന് പുറത്ത് പോവില്ല. അമ്മ അതിൽ കൊതു. അമ്മ അവിടെ ബാറ്റൊക്കെ വെച്ച് പൊട്ടിക്കണൊക്കെ ഉണ്ട്. കൂട്ടാൻ ഓൾമോസ്റ്റ് റെഡിയായി. ഞാനവിടെ മൂടി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ കൊതു ചാടും. അപ്പോൾ കൂട്ടാൻ റെഡി. നേരെയാവണേ. ഇനി നമുക്ക് ചപ്പാത്തി പരത്താൻ പോവാം. അച്ഛന് പൂരി വേണം, പൂരി പരത്താം. എൻ്റെ വൈറ്റ് കുറുമ സക്സസ് ആയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതുവരെ ഇതിങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് പൂരി ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ ചൂടായി, നമുക്ക് ഇട്ട് കൊടുക്കാം. പൊളക്കടാ, നല്ല കുട്ടിയല്ലേ, പൊളച്ചേ.
ഇത് കഷ്ടിച്ച് പൊളച്ച് വന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ പറയില്ല, ചിലപ്പോഴതങ്ങ് കറക്റ്റായിട്ട് വരും. എനിക്ക് അമ്മയ്ക്കും ചപ്പാത്തി. അവിടെ സീരിയലിൻ്റെ ബഹളം തുടങ്ങി. നമുക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി അത്താഴത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇതാ ഞാൻ 2 ചപ്പാത്തി എടുത്തു. ഇനി നമ്മുടെ വൈറ്റ് കുറുമയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കണം. പിടിയങ്ങ് പിടിക്കണം എന്നല്ല, പിടിയങ്ങ് പിടിച്ചു. പാസ്റ്റ് ടെൻസാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അച്ഛനും ഇഷ്ടമായി, അമ്മയും കഴിച്ചു. അപ്പോൾ കൂടെ ഒരു കോഫിയും കൂടെ എടുത്തു. എന്നിട്ട് എൻ്റെ അത്താഴം അങ്ങനെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.